ചിന്നസ്വാമിയിൽ കയറി കോഹ്ലിക്കും കൂട്ടർക്കും കെണിയൊരുക്കാൻ ഗുജറാത്ത് തുനിഞ്ഞതായിരുന്നു. കാറ്റും കോളും പേമാരിയും കണക്കെ സുദർശന്റെ ബാറ്റിൽ നിന്ന് പിറന്നത് ശതകത്തിന്റെ തിളക്കമായിരുന്നു. 58 ബോളുകളാണ് അയാൾക്ക് നേരെ ചീറിപ്പാഞ്ഞെത്തിയത്. അതിൽ 11 ഫോറുകളും 5 സിക്സറുകളും ഉൾപ്പെടുന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ RCBക്ക് അടിത്തറ പാകി കോഹ്ലിയും പടിക്കലും ക്രീസിൽ താണ്ഡവമാടി. ഇരുവരും അർദ്ധ സെഞ്ചുറി കരസ്ഥമാക്കി. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പുൽമൈതാനത്ത് വിസ്ഫോടനം തീർത്ത റോയൽ ചലഞ്ചേഴ്സ് ബാറ്റ് നിര ഒരിക്കൽ കൂടി എതിരാളികളെ കീമേൽ മലർത്തിയടിച്ചിരിക്കുന്നു. ചോരത്തിളപ്പുള്ള അന്തരീക്ഷത്തിൽ ടോസ് നേടിയ RCB നായകൻ രജത് പാട്ടിദാർ ആദ്യം പന്തെറിയാൻ തീരുമാനിച്ചു. ഗുജറാത്ത് ഓപ്പണർമാരായ ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും തുടക്കത്തിൽ തന്നെ തകർത്തടിച്ചുകൊണ്ട് മികച്ച അടിത്തറ പാകി. ഗില്ലാകട്ടെ 24 പന്തിൽ 38 റൺസ് എടുത്ത് പുറത്തായെങ്കിലും സുദർശൻ ഒരറ്റത്തുറച്ചു നിന്നുകൊണ്ട് റൺസുകൾ വാരിക്കൂട്ടി. ഗുജറാത്ത് ഇന്നിംഗ്സിന്റെ ഏറ്റവും നിർണായക നിമിഷം സായ് സുദർശൻ തന്റെ IPL കരിയറിലെ അവിസ്മരണീയമായ സെഞ്ചുറി പൂർത്തിയാക്കിയതാണ്. വെറും 58 പന്തിൽ നിന്നാണ് താരം തന്റെ 100 റൺസ് തികച്ചത്. ഈ ഇന്നിംഗ്സിനിടയിൽ IPLൽ ഏറ്റവും വേഗത്തിൽ 2000 റൺസ് തികക്കുന്ന താരമെന്ന റെക്കോർഡ് ക്രിസ് ഗെയിലിൽ നിന്നും സുദർശൻ സ്വന്തം പേരിലാക്കി. സുദർശന്റെ സെഞ്ചുറിയുടെയും അവസാന ഓവറുകളിൽ ജയ്സൽ ഹോൾഡർ നടത്തിയ ബാറ്റിംഗ് കരുത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിശ്ചിത ഓവറിൽ 205-ന് 3 എന്ന കൂറ്റൻ സ്കോറിലെത്തി. RCBക്ക് വേണ്ടി ജോസ് ഹെയ്സൽവുഡ് 4 ഓവറിൽ 40 റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് വീഴ്ത്തി. 206 എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരുവിനു വേണ്ടി വിരാട് കോഹ്ലിയും പടിക്കലും ചേർന്ന് മികച്ച തുടക്കമാണ് നൽകിയത്. കോഹ്ലി ഈ ഇന്നിംഗ്സിലൂടെ തന്റെ IPLൽ പുതിയ റെക്കോർഡുകൾ സ്ഥാപിച്ചു. പവർ പ്ലേ ഓവറുകളിൽ ഇരുവരും ചേർന്ന് ഗുജറാത്ത് ബൗളർമാരെ കടന്നാക്രമിച്ചതോടെ സ്കോർ ബോർഡ് അതിവേഗം ചലിക്കുകയായിരുന്നു. RCB ഓപ്പണർമാർ ബാറ്റിംഗിന്റെ വിശ്വരൂപമാണ് പുറത്തെടുത്തത്. ആദ്യ പന്ത് മുതൽ ഗുജറാത്ത് ബൗളർമാരെ കടന്നാക്രമിച്ചുകൊണ്ട് വിരാട് കോഹ്ലിയും ദേവദത്ത് പടിക്കലും ചേർന്ന് മൈതാനത്തിന്റെ 4 പാടും സിക്സറുകളിലൂടെയും ഫോറുകളിലൂടെയും പെരുമഴ തീർത്തു. തന്റെ ബാറ്റിംഗിലെ ക്ലാസ് ഒട്ടും ചോരാതെ തന്നെ IPL ക്രിക്കറ്റിന്റെ കരുത്തും അദ്ദേഹം സമന്വയിപ്പിച്ചു. കോഹ്ലിയുടെ കവർ ഡ്രൈവുകൾ ഗാലറിയിൽ ആരാധകരെ സീറ്റുകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. റൺവേട്ടയിൽ പുതിയ നാഴികക്കല്ലുകൾ പിന്നിട്ട് അദ്ദേഹം ഇന്നിംഗ്സിന്റെ നട്ടെല്ലായി നിലകൊണ്ടു. കോഹ്ലിക്ക് മികച്ച പിന്തുണ നൽകിയ ദേവദത്ത് പടിക്കൽ പരിചയസമ്പന്നരായ ബൗളർമാരെ പോലും അനായാസം നേരിട്ടു. സ്പിന്നർമാർക്കെതിരെ ക്രീസിന് പുറത്തേക്ക് ഇറങ്ങി വന്ന് അടിച്ചുകയറ്റിയ ലോഫ്റ്റഡ് ഷോട്ടുകൾ പടിക്കലിന്റെ ബാറ്റിംഗ് മികവിന്റെ ആഴം വെളിപ്പെടുത്തി. സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ റൺ റേറ്റ് ഉയർത്തിക്കൊണ്ടുപോയ ആ ഇന്നിംഗ്സ് മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. RCBയുടെ വിജയശില്പി വിരാട് കോഹ്ലിയായിരുന്നു. വെറും 44 പന്തുകളിൽ നിന്ന് 81 റൺസ് അടിച്ചുകൂട്ടിയ കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ 8 ഫോറുകളും 4 സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു. തുടക്കം മുതൽക്കേ ആക്രമിച്ച് കളിച്ച കോഹ്ലി റൺ ചേസിംഗിലെ തന്റെ ആധിപത്യം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. കോഹ്ലിക്ക് ശക്തമായ പിന്തുണ നൽകിയ ദേവദത്ത് പടിക്കലിന്റെ ബാറ്റിംഗ് RCBക്ക് വലിയ കരുത്തായി. 27 പന്തുകളിൽ നിന്ന് 55 റൺസ് നേടിയ പടിക്കൽ 6 കൂറ്റൻ സിക്സറുകളാണ് പറത്തിവിട്ടത്. കോഹ്ലിയും പടിക്കലും ചേർന്നുള്ള പാർട്ണർഷിപ്പ് ഗുജറാത്ത് ബൗളർമാരുടെ താളം തെറ്റിക്കുകയായിരുന്നു. ഇന്നിംഗ്സിന്റെ മധ്യഘട്ടത്തിൽ സായ് കിഷോറിന്റെ സ്പിൻ ആക്രമണം RCBയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചെങ്കിലും വിരാട് കോഹ്ലിയുടെ പരിചയ സമ്പത്ത് അവരെ തുണക്കുകയായിരുന്നു. എന്നാൽ നിർണായക ഘട്ടത്തിൽ കോഹ്ലി പുറത്തായത് ചിന്നസ്വാമിയിൽ ആശങ്ക പടർത്തിയെങ്കിലും ക്രീസിലെത്തിയ ടീം ഡേവിഡും ക്രൂണാൽ പാണ്ഡ്യയും ആക്രമണം തുടർന്നു. മുൻനിര ബാറ്റിംഗിന് ശേഷം മധ്യനിരയിൽ ക്രൂണാൽ പാണ്ഡ്യയും ടീം ഡേവിഡും ചേർന്ന് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചു. ക്രൂണാൽ പാണ്ഡ്യ 12 പന്തിൽ 23 റൺസുമായി പുറത്താകാതെ നിന്ന് വിജയ റൺ നേടിയപ്പോൾ ഡേവിഡ് 10 റൺസാണ് സ്വന്തമാക്കിയത്. 206 എന്ന വലിയ ലക്ഷ്യം പിന്തുടരുമ്പോഴും RCB ഒരിക്കൽ പോലും സമ്മർദ്ദത്തിന് അടിപ്പെട്ടില്ലായിരുന്നു. തുടക്കത്തിൽ തന്നെ കോഹ്ലിയും പടിക്കലും ചേർന്ന് പവർ പ്ലേയിൽ വ്യക്തമായ മുൻതൂക്കം നൽകിയത് ടീമിന് കാര്യങ്ങൾ എളുപ്പമാക്കി. ഗുജറാത്തിന് വേണ്ടി റാഷിദ് ഖാൻ 2 വിക്കറ്റുകൾ വീഴ്ത്തിയെങ്കിലും RCBയുടെ റൺ റേറ്റ് കുറക്കാൻ അവർക്ക് സാധിച്ചില്ലായിരുന്നു. സായ് സുദർശന്റെ സെഞ്ചുറി ഗുജറാത്തിന് മികച്ച സ്കോർ നൽകിയെങ്കിലും കോഹ്ലിയുടെ ഇന്നിംഗ്സിന് മുന്നിൽ അത് നിഷ്പ്രഭമായി. ഒരു പടുകൂറ്റൻ സ്കോർ മറികടന്നുകൊണ്ട് RCB ബാറ്റിംഗ് നിര വിജയക്കൊടി പാറിച്ചു. ഈ വിജയത്തോടെ ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് ഉയരാനും RCBക്ക് സാധിക്കുകയാണ്. 16ാം ഓവർ മുതൽ 19ാം ഓവർ വരെ റൺനിരക്ക് നിയന്ത്രിക്കാൻ RCB ബൗളർമാർക്ക് സാധിച്ചതും പിന്നീട് ബാറ്റിംഗിൽ തകർപ്പൻ ഫിനിഷിംഗ് നടത്തിയതും വിജയത്തിൽ നിർണായകമായി.